ഹായ് ഹലോ നമസ്കാരം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു നീല കാബേജ് തോരൻ ഉണ്ടാക്കാം. തയ്യാറാക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അരിയും കടുകും കൂടി ചേർത്ത് മൂത്ത് വരുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്ത് ആദ്യം ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പം അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒന്ന് മുന്നിൽ നിൽക്കും. ആ കാബേജിൻ്റെ മണമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം വളരെ ചെറിയ അളവിലേ ചേർക്കുന്നുള്ളൂ. ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർക്കുന്നുണ്ട്. സവോള ചേർത്ത് വഴറ്റിയൊന്നും വേണ്ട, പെട്ടെന്നൊന്ന് മിക്സ് ചെയ്യുകയാണ് പൊടികൾ കരിയാതിരിക്കാൻ വേണ്ടി. ഇതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാബേജും കൂടി ചേർക്കാം. അപ്പോൾ സവോള ചേർക്കുമ്പോൾ നമുക്ക് തേങ്ങയുടെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് തേങ്ങ, 2-3 ടേബിൾ സ്പൂൺ വെള്ളം. ഇത്രയും കാബേജിന് ഞാൻ വളരെ ചെറിയ അളവിലേ വെള്ളം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ചളവിൽ മാത്രം വെള്ളം ചേർക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് ആവിയേറ്റിയെടുക്കുക. അധികം കുക്കിംഗ് ടൈം ഒന്നും ഉള്ള വെജിറ്റബിൾ അല്ല കാബേജ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിൽ അധികം വെള്ളവും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളമൊക്കെ വളരെ ചെറിയ അളവിൽ ചേർക്കാം. ഇനിയും 2-3 മിനിറ്റ് തുറന്ന് വെച്ചൊന്ന് തോർത്തിയെടുക്കുക. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നീല കാബേജ് തോരൻ തയ്യാറായിട്ടുണ്ട്. വെള്ള കാബേജ് തോരൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് കണ്ടു നോക്കാം.